എയർപോർട്ട്. ഓ ധൃതി വേണ്ട, പെണ്ണങ്ങ് പോകുന്നില്ല. നിങ്ങൾക്ക് വഴി തെറ്റി. എയർപോർട്ടിലേക്കുള്ള വഴി ഇതല്ല, നമ്മുടെ കണ്ടെയ്നർ റോഡ് വഴി കിഴക്കോട്ട് പോണം. വഴിയൊന്നും തെറ്റിയിട്ടില്ല ആശാനെ. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ വന്നത്. ആ. എന്റെ കല്യാണ നിശ്ചയവാ. എന്റെ ഞാനേ അങ്ങ് അമേരിക്കയില. ഹർത്താലല്ലേ, അതാ ഇങ്ങനെ ഒരു ബോർഡ് വെച്ചത്. ഒരു വണ്ടി മരണം, ഒരു വണ്ടി എയർപോർട്ട്. ഇവിടെ എന്തൊക്കെ നടക്കുമോ എന്തോ. ചെല്ല് ചെല്ല് ചെല്ല്. തുറക്ക് തുറക്ക്. നമസ്കാരം. എന്താ വൈകിയത്? വഴിയില് കുഴപ്പമൊന്നും ഉണ്ടായില്ല? വഴിയില് കുഴപ്പമൊന്നും ഉണ്ടായില്ലെന്നോ? മുഴത്തിന് വണ്ടി തടയാൻ പ്രശ്നങ്ങളായിരുന്നു. ആണോ? ഒരു പ്രകാരത്തിന് എത്തിയവിടെ. ഇരുന്നാട്ടെ, ഇരിക്ക്. അതെ, ഇങ്ങനെ നോക്കിയിരുന്നാ മതിയോ? മുഹൂർത്തം തീരാറായി. അതിനുമ്പ് മോതിരം മാറണം. ഇനി അങ്ങനെ മോതിരമാറ്റം നടക്കും? ഇപ്പൊ തന്നെ മുഹൂർത്തം കഴിഞ്ഞ അരമണിക്കൂർ കൂടുതലായി. അതൊന്നും സാരമില്ലാന്നേ. ആർക്ക് സാരമില്ലാന്ന്? പെണ്ണിന്റെ വീട്ടുകാരായ ഞങ്ങൾക്ക് സാരമുണ്ട്. ഇനി ഇതിന്റെ പേരിൽ നാളെ ചെറുക്കൻ തട്ടിപ്പോയി പെണ്ണ് വിധവയായാൽ ആര് സമാനം പറയും? താൻ പറയൂ. അമ്മാവാ ഒന്ന് വിടായിരുന്നേ. അത് പഴയ ആളാ, നമ്മെ പോലെ വിവരമില്ലാത്തവനാ. അത് കാര്യമാക്കണ്ട. പഴയ ആൾക്കാർക്ക് എന്താ കുഴപ്പം? ഇനി വേറൊരു ദിവസം നിശ്ചയം വെച്ചാ മതി. അത് നിങ്ങളല്ലല്ലോ തീരുമാനിക്കുന്നേ. വല്യമാമൻ താൽക്കാലം മിണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ എന്റെ തനി കുണം പുറത്തു കാണിക്കും. നമുക്ക് പറയാനുള്ള പറഞ്ഞേ. ഇനി നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യ്. നിങ്ങളിതൊന്നും കാര്യാക്കണ്ട. തൽക്കാലം ചടങ്ങ് എടുക്കട്ടെ. അതെ അതെ അതെ, ചടങ്ങ് എടുക്കട്ടെ. ആ ഇതാ ഈ മോതിരം പോലങ്ങ് പിടിച്ചേ. ആ ഇത് പോലങ്ങ് പിടിച്ചോ. ആ ഇനി പരസ്പരം അങ്ങ് മാറിക്കോ. അനുഭവിക്കുമ്പോ അറിയും. ഇതന്നെ ഇപ്പൊ ആംബുലൻസ് ഒക്കെ. ഓ, സ്വാമിയുടെ അപ്പനെ പാക്ക് ചെയ്യാനായിരിക്കും. എന്നാ ശരി, വിട്ടു. കർത്താവേ, മുകളിൽ സാറിന്റെ മുറിയിൽ ഈ ക്ലോപ്പ് തന്നെ പോണ്ടെടുക്കത്. മേഡം എന്താ ഇവിടെ? ഞാനോ? ഇവിടെയോ? കുറച്ച് മീൻ മേടിക്കാൻ വന്നു. എന്റെ ചോദ്യം മാറിപ്പോയതാ. മേഡം എന്നാ ഇത്ര നേരത്തെ ഇവിടെ എന്നാ ഞാൻ ചോദിക്കണ്ടേ? ഓഹോ, അപ്പൊ എന്റെ നേരം കാലമൊക്കെ അപ്പാവിയെ തീരുമാനിക്കുന്നേ? അയ്യോ അതല്ല, മേഡം ഇത്ര പെട്ടെന്ന് എത്തുമെന്ന് ഞാൻ കരുതിയില്ല. ആര് കരുതിയില്ല? ഇതെന്ത് പറ്റി അപ്പാവി? ഒന്നും പറ്റല്ലേ കർത്താവേ എന്നാ എന്റെ പ്രാർത്ഥന. ഇല്ല മേഡം, ഞാൻ വീടില്ല. അത് പിന്നെ സ്റ്റെപ്പ് കംപ്ലൈന്റ്, നമുക്ക് ലിഫ്റ്റ് വഴി പോയാലോ? അല്ല, ലിഫ്റ്റ് കംപ്ലൈന്റ്, നമുക്ക് സ്റ്റെപ്പ് വഴി കയറിയാലോ? അത് പുതിയ സംഭവമൊന്നുമല്ല, ഞാൻ പൊക്കോളാം. വേണ്ട വേണം, സിറ്റുവേഷൻ ഭയാനവും ഭീകരവും ഭീവത്സവുമാണ്. ഇയാടെ ഒരു കാര്യം മാറി. ഞാൻ പറഞ്ഞേക്ക് മേഡം, ഈ സ്റ്റെപ്പിൽ മൊത്തം വഴുക്കല. ഇന്നലെ ആ ജിമ്മൻ തെന്നി വീണ് നടു കൊടുക്കുകയും ചെയ്തു. നമുക്ക് ആ സ്റ്റെപ്പ് വഴി കയറിയാലോ? എന്റെ അപ്പാവി വീഴാൻ നടക്കാൻ എനിക്കറിയാം. താൻ അങ്ങോട്ട് മാറി. ഇല്ല ഇല്ല മേഡം, എന്നെ കൊന്നാലും ഞാൻ പെടത്തില്ല. മേഡത്തിന്റെ മാത്രമല്ല, ഇന്നിവിടെ പലരുടെയും ജീവിതം മേഡത്തിന്റെ കയ്യിലാ. എന്റെ കയ്യിൽ? മേഡം ഒരു നേഴ്സല്ലേ? അപ്പൊ എത്ര പേരുടെ ജീവനാ മേഡത്തിന്റെ കൈ കൂടി ഇങ്ങനെ കയറി ഇറങ്ങി പോകുന്നത്? അതാ ഞാൻ ഉദ്ദേശിച്ചത്. ആട്ടെ, ഇന്നത്തെ പരിപാടി എങ്ങനെ? ഓ, ഇന്നത്തെ പരിപാടി കാലക്കനായിരുന്നു. പക്ഷെ ഇന്നത്തെ പരിപാടി കലങ്ങുമെന്നാ എന്റെ പേടി. ഇന്നും ഉണ്ടോ പ്രോഗ്രാം? പിന്നെ ഇന്നാണല്ലോ ശരിക്കുള്ള പരിപാടി. ആ മീര മോളെ, ഇതിനിടയ്ക്ക് മോള് പുറത്തു പോയോ? ഇന്നലെ പോയതാ സ്വാമി ജോലി. അപ്പൊ നേരത്തെ ഫ്ലാറ്റിൽ വന്നപ്പോ മോളായിരുന്നില്ലേ കുളിമുറിയിലെ? എന്താ സ്വാമി, ഞാൻ ജോലി കഴിഞ്ഞ് വരണ വഴിയാ. അപ്പൊ അവിടെ ആരായിരുന്നു? വട്ടായോ സ്വാമി? അവിടെ രാഹുലേട്ടൻ മാത്രമേ ഉള്ളൂ. ഐ തിങ്ക് സംതിങ് റോങ്. വരട്ടെ സ്വാമി, ചെന്നിട്ട് വേണം രാഹുലേട്ടന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ. അല്ല മേഡം, സാറ് പുറത്തു പോയില്ലേന്നൊരു സംശയം ഇല്ലായിരിക്കില്ല. വണ്ടി പാസ് ചെയ്തില്ലേന്നൊരു സംശയമുണ്ട്. ഹർത്താലായിട്ട് വണ്ടി പാസ് ചെയ്യാനും രാഹുലേട്ടൻ ഇപ്പൊ അകത്ത് മൂടി പോച്ചാർന്ന് ഉറങ്ങിയായിരിക്കും. അതെ, മൂടിപ്പോച്ച് കിടക്കായിരിക്കും. ആ പുതപ്പിനുള്ളിലെ യാഥാർത്ഥ്യം അതികഠിനവും കഠോരവുമായിരിക്കും. അത് നേരി കാണാനായിരിക്കും
ഈ പാവത്തിന്റെ വിധി നിനക്കെന്താ ഒരു ടെൻഷൻ? എന്താന്നറിയില്ല സ്വാമി, ഈ ഹർത്താൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് മൊത്തത്തിലൊരു വിറയല. ആ അത് രണ്ടെണ്ണം അടിക്കാത്തതിന്റെ. എടാ എന്നാ ഹർത്താലെന്ന് അറിയാൻ പാടില്ലേ? തലേ ദിവസം വാങ്ങി വെക്കണ്ടേ? അയ്യോ, ഇത് അടിക്കാത്തതിന്റെ അല്ല, അടിച്ചാലും അടിച്ചില്ലെങ്കിലും ഹർത്താൽ എന്ന് പറഞ്ഞ എനിക്ക് വിറയല. ആ എന്നാ നീ വിറച്ചോണ്ടിരിക്കും. ഇനി ഇതിന്റെ പേരിൽ എന്റെ കമ്മീഷൻ കുറയുമെന്നുള്ളതാ. ഓ ഇനി ഇതേത് കുരിശാണാവോ? പോയി നോക്ക്. എടി, മതി മുടിച്ചിട്ട് ഇവിടെ വെക്ക്. ആ, കേറിയിരിക്ക്. കലകാത്ത് മിണ്ടല്ലേ, ദൈവത്തോട് മിണ്ടല്ലേ. വാ വാ. എന്നെ കണ്ടപ്പോ ഇതിന്റെ വാതിലടച്ചേ? അയ്യോ, ആര് വാതിലടച്ചു? രാഹുലേട്ടൻ. അത് പിന്നെ വാതിൽ തുറന്നപ്പോ നിന്നെ കാണാതെപ്പോ ഞാൻ വാതിലടച്ചു. പിന്നെ തുറന്നപ്പോ നിന്നെ കണ്ടപ്പോ നീയാന്നോർത്ത് ഞാൻ വാതിൽ തുറന്നിട്ട് പിന്നെ അടച്ചു. അല്ല അതെ, എന്താ സംഭവിച്ചെന്നറിയോ? ബായിങ്ങിതാ ഇവിടെ വെച്ചോ. സംതിങ് റോങ്. ഇവിടെ എന്തൊരു ബാഡ് സ്മെല്ല്. അത് വെള്ളമില്ലാത്തന്റെ. ആ മോളെ നീ അറിഞ്ഞോ, നമ്മുടെ ഫ്ലാറ്റ് വെള്ളമില്ല. ഇടയ്ക്കിടയ്ക്ക് കറണ്ടും പോകും. ഞാൻ ഈ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന വഴിക്ക് 2 ബോട്ടിൽ മേടിച്ചോണ്ട് വരണമെന്ന് പറയാനിരിക്കായിരുന്നു. എന്താ കറണ്ടോ? അയ്യോ കറണ്ട് അല്ല, വെള്ളം. കണ്ടോ കണ്ടോ, നല്ല ക്ഷീണമുണ്ടല്ലോ. രാത്രി നല്ല കട്ടപ്പണിയാരും തോന്നുന്നു. ഇത് കണ്ടോ, കണ്ണിന്റെ താഴെയൊക്കെ കറുത്ത് നല്ല ക്ഷീണമുണ്ട്. കിടന്നുറങ്ങിക്കോ, കിടന്നുറങ്ങിക്കോ, ഉറങ്ങിക്കോ. എന്നെ ഉറക്കിട്ട് നിങ്ങൾക്ക് എന്താ പരിപാടി? എന്ത് പരിപാടി? എന്റെ പൊന്നു മോളെ, ഭാര്യയുടെ ആരോഗ്യവും സൗന്ദര്യവും ഒക്കെ നോക്കുന്നത് ഭർത്താവിന്റെ കടമയല്ലേ? അല്ലേ? ഞാൻ ബാത്റൂമിൽ പോയി. ആ അത് നല്ലതാ, പോട്ടോ. അതെ, ആരും കോളിംഗ് ബെൽ അടിച്ചെന്ന് തോന്നുന്നു. ആര് കോളും ബെല്ലടിച്ച്? ഞാൻ നോക്കാം, ഞാൻ നോക്കാം. മോള് പാത്രം പൊയ്ക്കോ, പൊയ്ക്കോ, ഞാൻ നോക്കിക്കോളാം. അതിന് വഴി ഉണ്ടാക്കാം. നീ ഇതാരാണാവോ? നീയായിരുന്നോ? എത്ര നേരം സാറിനെ ഞാൻ വിളിക്കുന്നു, ആ കുന്തൊന്നും എടുക്കാൻ പാടില്ല. മിണ്ടല്ലേ, അവള് വന്ന്. അത് പറയാനല്ല ഞാൻ വിളിച്ചത്. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യും, ഇറക്കിത്താ, ഞാൻ ഒതുക്കത്തി കൊണ്ടുപോകാം. അല്ല, ഞാൻ കൊണ്ടുപോയി പുറത്തായിക്കോളാമെന്ന്. ചേട്ടാ അതാരെങ്കിലും കണ്ടാ കുഴപ്പാവില്ലേ? എന്റെ കൂടെ അല്ലേ, ഒരു കുഴപ്പമില്ല. ചോദിച്ചാ മോളാണെന്ന് പറഞ്ഞോളാം. രാഹുലേട്ടാ. എന്തോ എന്തോ? ആരാ? ആരുമില്ല, ആരുമില്ല. നീ പോ, നീ പോ. അവളെ എങ്ങനെയെങ്കിലും ഞാൻ ഇറക്കി വിട്ടോ, നോക്കോളാം. അവളുടെ അനക്കൊന്നും കേൾക്കുന്നില്ലല്ലോ. പറ്റായി കിടന്നുറങ്ങിണ്ടാവും. ഞാൻ പോയി നോക്കിയിട്ട് വരാം. സൂക്ഷിക്കണേ. എന്റെ അടുത്ത ആളിയാവുള്ള കളി. ആരാ? ആരാ നിങ്ങളൊക്കെ? ആരാ? ആരാ നിങ്ങളൊക്കെ? ആരാ? നിങ്ങളൊക്കെ ആരാ? നിങ്ങളൊക്കെ ആരാ? ഇനി ജയിക്കപ്പ് പോവോ? ഞങ്ങൾ എല്ലാരും പിടിക്കാൻ വരാം. എന്തൊരു അണപ്പാടം നിങ്ങൾക്കൊക്കെ, ഒരു സ്റ്റാമിന ഇല്ലല്ലോ. സത്യം പറ, നിനക്ക് വട്ടണ്ട? വട്ടോ ഇച്ചിരി ഉണ്ടെന്ന് കസ്റ്റമേഴ്സ് പറയാറുണ്ട്. നിങ്ങൾക്കത് തോന്നിയോ? ഇനിയിപ്പോ തോന്നിയിട്ട് എന്താടി കാര്യം? കൊലച്ചിരി ഇരിച്ചോടി. എടാ മദ്യം താടാ.
നീ കുഞ്ഞിനെ വിളിക്ക